ചിലരോടൊക്കെ ഭാഗവതം കേൾക്കാൻ പോകുന്നുണ്ടോ, കൂത്ത് കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാ അവര് പറയും റിട്ടയർ ആവട്ടെ എന്നാണ്. ആരാ പറഞ്ഞ് റിട്ടയർ ആവുന്ന കാലം വരെ നിങ്ങളുണ്ട് എന്ന്? ധർമ്മപുത്രരുടെ അടുത്ത് ഒരാൾ ചെന്ന് ചോദിക്കുക, എന്തെങ്കിലും എനിക്ക് ദാനമായിട്ട് തരുമോ? അദ്ദേഹം പറഞ്ഞു, നാളെ സഭയിലേക്ക് വരൂ, ഞാൻ അവിടെ വെച്ച് ദാനം ചെയ്യാം, ഞാൻ അങ്ങയുടെ പേര് ഗംഭീരമായിട്ട് പ്രഘോഷിക്കും, ഇന്ന ആൾക്ക് ഞാൻ ദാനം ചെയ്യാൻ പോകുന്നു. അപ്പൊ അങ്ങയ്ക്കും അതൊരു യശസ്സാണ്, കാരണം ധർമ്മപുത്രർ മഹാരാജാവിന്റെ കയ്യിൽ ദാനം മേടിച്ചു, എനിക്കും അതൊരു മഹിമയാണ്, നാളെ കാണാട്ടോ പറഞ്ഞു. ഭീമൻ അവിടെ നിന്ന് തലകുത്തി മറിയുക, തുള്ളിച്ചാടുക, കൈകൊട്ടിച്ചിരിക്കുക, ഏട്ടനെ നമസ്കരിക്കുക. ചോദിച്ചു അദ്ദേഹം, എന്താ ഭീമ, ഞാൻ ആദ്യമായിട്ടൊന്നല്ലല്ലോ ദാനം ചെയ്യണം, ഇത്ര സന്തോഷാക്കിയ. ഏട്ടൻ നാളെ കാലത്ത് 10 മണി വരെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ്, ഏട്ടൻ പറഞ്ഞ വാക്ക് മാറില്ലല്ലോ, അതെനിക്ക് കിട്ടിയ ആ ഉറപ്പ്. നാളെ ആ സമയം വരെ ഏട്ടന് ധനം ഉണ്ടാവും, മഹാരാജാവായിട്ടിരിക്കും എന്ന് 2ാമത്തെ ഉറപ്പ്, അത് മേടിക്കാൻ അയാൾക്ക് വരാൻ കഴിയുമെന്ന് 3ാമതൊരു ഉറപ്പ്. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടേ? ഭീമന്റെ ആ ചിരിയുടെ അർത്ഥം, ആ പരിഹാസത്തിന്റെ അർത്ഥം, ഏത് നിമിഷം വേണമെങ്കിലും ഇല്ലാതാവാവുന്നതാണ് ഈ ശരീരം.